ഹലോ, വെൽക്കം ടു ലേണിനോ. എല്ലാവരും പരീക്ഷാ ചൂടിലാണെന്ന് അറിയാം. PSC എക്സാംസ് ഉണ്ട്, വേറെ പല എക്സാമുകൾ നടക്കുന്നുണ്ട്, ഗവൺമെന്റ് സെക്ടേഴ്സിന്റെ ഒക്കെ എക്സാംസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമ്മുടെ 10th-കാരും +1 +2-കാരും എല്ലാവരും പരീക്ഷാ ചൂടിലാണ്. അപ്പൊ ഇതിനിടയിൽ കൂടെ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെ ഒരു LD നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലിപ്പോൾ നമുക്ക് LDC എക്സാമിനേഷൻ എഴുതുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. നമുക്കറിയാം, ജില്ലയിൽ ലക്ഷക്കണക്കിന് പേരാണ് LDC എക്സാമിനേഷൻ എഴുതുന്നത് അല്ലെ. എല്ലാ ജില്ലയിലും ലക്ഷക്കണക്കിന് പേര് എഴുതുന്നുണ്ട്. അപ്പൊ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്, ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് പാവങ്ങളുടെ IAS എന്നൊക്കെയാണ് നമ്മുടെ LDC എക്സാമിനേഷൻ അറിയപ്പെടുന്നത്. LDC ആയിട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗസറ്റഡ് പോസ്റ്റിൽ വരെ എത്തി, റിട്ടയർമെന്റ് ആകുമ്പോഴത്തേക്കും ഗസറ്റഡിലൊക്കെ എത്തിയിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ LDC പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ പോലും ഈ ഒരു പരീക്ഷ എഴുതാറുണ്ട്. ജസ്റ്റ് 10th ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും എല്ലാ ക്വാളിഫിക്കേഷൻ, ഈവൻ PhD ഉള്ള ആൾ വരെ ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ഇപ്പൊ 10th ക്വാളിഫിക്കേഷൻ ആണ്, അത് ഹയർ ക്വാളിഫിക്കേഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴുള്ള ബേസിക്കിനേക്കാളും കൂടുതൽ ബേസിക് നമുക്ക് കിട്ടും. അറ്റ് പ്രസന്റ് 26,500 നമുക്ക് ബേസിക് പേ LDCക്ക് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു പേ കമ്മീഷൻ കൂടെ വരുന്ന സമയത്ത് അതിനേക്കാളും ബേസിക് എന്തായാലും കൂടും, ക്വാളിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ അതിനനുസരിച്ചും കൂടും. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിലൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഏതൊരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു എക്സാമിനേഷൻ എഴുതുന്ന ഒരാള് ചിലപ്പോൾ ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതുന്ന ആളുകളായിരിക്കാം, അതായത് ബിഗിനേഴ്സ് ആയിരിക്കാം അല്ലെ. ചിലപ്പോൾ അത്യാവശ്യം ഒരു പകുതി PSC കോച്ചിങ് സെന്ററിലൊക്കെ പോയി തുടങ്ങിയിട്ടുള്ള ആളുകളും ഈ ഒരു പരീക്ഷ എഴുതാം. അതേപോലെ ചിലപ്പോൾ LDC ഓൾറെഡി കോച്ചിങ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് കംപ്ലീറ്റ് ആ ഒരു കോച്ചിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് വന്ന് എക്സാം എഴുതുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും നിങ്ങളുടെ ഏജ് എത്രയായാലും നമ്മൾക്ക് ആ ഒരു സമയം, നമുക്ക് ആ ഒരു എക്സാമിനേഷൻ എഴുതുന്ന സമയം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് കിടക്കുന്നത്. എത്രത്തോളം നെഗറ്റീവ് വരുന്നോ അത്രത്തോളം നിങ്ങൾ പിന്നിലാവും. ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ കറക്റ്റ് ഒന്നും വരുത്താത്ത ആൾക്കാർ, നിങ്ങൾ ചിലപ്പോൾ 70 നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ആ 70 ശരിയാവാം. അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നെങ്കിൽ പോലും 70 ശരിയാവാം. ചിലപ്പോൾ ആ 70 നിങ്ങൾക്ക് ഒരു 10-20 തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മാർക്ക് കുറയാണ് ചെയ്യുക. കാരണം ഓരോ നെഗറ്റീവിനും 1/3 മാർക്ക് വെച്ച് നിങ്ങൾ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതേ സമയത്ത് 70 എഴുതിയിട്ട് ഒരു 65 ശരിയായ ആളുകൾക്ക് എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഈ 70 കറക്റ്റ് ഉള്ള ആള്, മൊത്തം എഴുതിയത് 70 ആണെങ്കിൽ 70 കറക്റ്റ് ഉള്ള ആള് കിട്ടിയ മാർക്കല്ല, ഈ 70 എഴുതിയിട്ട് 65 കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വരിക അല്ലെ. അതെങ്ങനെ വരിക? 1/3, 5 മാർക്ക് അല്ലെ. 5 ക്വസ്റ്റ്യൻ അവരെ തെറ്റി ഇൻറ്റു 1/3, ഇത്രയും മാർക്ക് നമുക്ക് വരുമ്പോ മൊത്തം 65 അവിടെ അവർക്ക് കറക്റ്റ് ആവുന്നുള്ളൂ. അപ്പൊ 65 മൈനസ് 5 ഇൻറ്റു 1/3 ചെയ്ത് എത്ര കിട്ടും? ആ മാർക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഞങ്ങൾ 70 എഴുതി, അതുകൊണ്ട് എനിക്ക് 70 മാർക്കും കിട്ടണം എന്നില്ല. അല്ല, എത്രത്തോളം നിങ്ങൾ തെറ്റിയോ ആ തെറ്റി മാർക്ക് കൂടെ അവിടെ കുറയാണ് ചെയ്യണം. ആ തെറ്റി മാർക്ക് 1/3 വെച്ച് കുറയുന്ന സമയത്ത് കിട്ടിയ മാർക്കും കൂടെ കുറയും. അതുകൊണ്ട് പരമാവധി നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ട കാര്യം. ഏറ്റവും ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട എന്താണ്? ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നെഗറ്റീവ് കുറയ്ക്കുക, നെഗറ്റീവ് കുറയ്ക്കുക, നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലൊരു മന്ത്രമായി തന്നെ ഇരിക്കണം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നത്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത്, ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പൊന്നും PSC സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ബട്ട് ഇപ്പോൾ സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഏത് ഏരിയ നന്നായി പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും. പക്ഷേ സിലബസ് കയ്യിൽ ആദ്യം നിങ്ങൾ വെക്കുക. സിലബസ് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, കണ്ണോടിച്ചു പോവാം. ഈ സിലബസ് നമുക്ക് 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. അതിൽ കുറേ ടോപ്പിക്കുകൾ ഉണ്ടാവും. ഓരോ ടോപ്പിക്കിനും ഓരോ രീതിയിലായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. അതൊക്കെ മനസ്സിലുണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇപ്പൊ കറണ്ട് അഫയറിന് 20 മാർക്കാണ്. അപ്പൊ 100-ൽ 20 മാർക്കും കറണ്ട് അഫയറിന് കൊടുക്കുമ്പോൾ ആ 20 മാർക്സ് കറണ്ട് അഫയറിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അതൊക്കെ ആയിരിക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. ചിലപ്പോൾ 2 മാർക്ക് 3 മാർക്കുള്ള ടോപ്പിക് ഉണ്ടാവും, അതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഏറ്റവും ഹൈ മാർക്ക് കിട്ടുന്ന ഏരിയ നന്നായിട്ട് കവർ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കുറച്ച് കവർ ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ മാർക്കിലേക്ക് അത് വലിയ വ്യത്യാസം വരില്ല. പക്ഷെ ഈ കവർ ചെയ്യുന്ന നല്ല രീതിയിൽ എക്സാമിനേഷൻ വരുന്ന സമയത്ത്
അതൊന്നുകൂടെ നന്നായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ റിവിഷൻ കൂടെ ചെയ്യണം. പക്ഷെ ഇതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ പറയട്ടെ. സിലബസ് നമ്മൾ പഠിച്ച ഉടനെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രത്യേകിച്ച് 2021 ശേഷമുള്ളത്, കൊറോണയ്ക്ക് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത് ലേറ്റസ്റ്റ് പാറ്റേൺ ആണ്. അവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അല്ലെ. 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം ശരിയാണ്, 4 ഓപ്ഷൻ തന്നിട്ട് മുമ്പ് ABCD പറഞ്ഞ ഓപ്ഷനിൽ ഏതെങ്കിലും കറക്കി കുത്തിയാൽ മതി. ഇത് ഇപ്പോഴത്തെ കണ്ടീഷൻ അതല്ല. അല്ലെങ്കിൽ എയും ബിയും സിയും ഡിയും എടുക്കുന്ന സമയത്ത് അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് കൂടി ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 2021 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ 10th ലെവൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് ബെവ്കോ LD ഉണ്ടാവും അല്ലെ, ബിവറേജസ് LD, ELD, ഇതുപോലെ ഒരുപാട് 10th ലെവൽ സ്റ്റോർ കീപ്പർ എന്നൊക്കെ പോലെ ഒരുപാട് 10th ലെവൽ എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ ഏതൊക്കെ ഏരിയ എന്നാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ചോദിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോം വഴിയാണ് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക എന്ന് പറയുന്നത്. അപ്പൊ സിലബസും ഏതാണ്ട് നിങ്ങൾ നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എന്നതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റാങ്ക് ഫയല് എടുക്കുക. പക്ഷെ ഞാൻ ഒരിക്കലും റാങ്ക് ഫയൽ മാത്രം നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. അതിന്റെ കൂടെ ഒരു കോച്ചിങ് എടുക്കുന്നത് നിങ്ങളുടെ സമയം ലാഭിക്കാൻ സഹായിക്കും. ഓക്കെ, നിങ്ങളുടെ സമയം ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന ഏരിയ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതൊക്കെ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ കോച്ചിങ് ആണ്. റാങ്ക് ഫയൽ എടുക്കുമ്പോൾ ഒരു ലോഡ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഓൺലൈനോ ഓഫ്ലൈനോ നിങ്ങളുടെ സൗകര്യം പോലെ. ഇപ്പൊ വീട്ടമ്മമാർക്കൊന്നും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്ക് ഒരിക്കലും ഓഫ്ലൈനായിട്ട് കോച്ചിങ്ങിന് പോകാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ഓപ്ഷൻ ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. അപ്പൊ ഓൺലൈൻ കോച്ചിങ്ങിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താലും മതി. റേറ്റ് കൂടുതൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. എല്ലാവരും എടുക്കുന്നത് ഒരുപോലെ തന്നെയാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഒരു ഡെമോ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് ഒരു കോച്ചിങ് എടുക്കുക, റാങ്ക് ഫയൽ നന്നായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും തുടങ്ങണം കേട്ടോ. അപ്പൊ അത് നമുക്ക് പറയാം. ഇങ്ങനെ നമ്മൾ കോച്ചിങ് ഒക്കെ എടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഇതൊക്കെ നല്ല രീതിയിൽ റിവിഷൻ ചെയ്താൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലേക്ക് നല്ലോണം പതിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒരു 4-5 തവണ പറഞ്ഞാൽ മാത്രമേ നമുക്ക് പതിഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് റിവിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈ റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ളതിലും ഓൺലൈനായിട്ടൊക്കെ ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പോൾ 10, 20, 30 മാർക്കൊക്കെ ആയിരിക്കും. പക്ഷേ മോക്ക് ടെസ്റ്റ് ചെയ്യും തോറും നമ്മുടെ കോൺഫിഡൻസ് കൂടും നമ്മൾക്ക്. കാരണം കുറെ റിവിഷൻ തന്നെ കൂടെ ചെയ്യും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പഴയതിനേക്കാൾ മാർക്ക് കൂടി വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഈ സാധനമൊക്കെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതുപോലെ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസും, അതേപോലെ നമ്മൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഏരിയാസ്, നമുക്ക് ഇന്ന് ചില ഏരിയാസ് ഒക്കെ ഭയങ്കര ടഫായി തോന്നും. ചിലർക്ക് മാത്സ് ഭയങ്കര എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് ഭയങ്കര ടഫായിരിക്കും. ചിലർ കറണ്ട് അഫയർ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഏതാണ്ട് ഒരേ റേഞ്ചിൽ തന്നെയാണ് വരിക. നമ്മുടെ വായന പോലെ ഉണ്ടാവും. പേപ്പർ വായന കൊണ്ട് മാത്രം കാര്യമില്ല. കറണ്ട് അഫയർ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുക, ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടും, അതുപോലെ PSC ബുള്ളറ്റിൽ നിന്ന് കിട്ടും അല്ലെ. പിന്നെ നമ്മൾ ഇങ്ങനെ കുറെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊരു 20 കറണ്ട് അഫയർ കിട്ടും. അതും നമ്മൾ എടുക്കുക. ഈ PSC ബുള്ളറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് പേജിലാണ് മെയിൻ ആയിട്ട് കറണ്ട് അഫയർ ഒക്കെ വരിക. അതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ ന്യൂസ് പേപ്പറിനും PSC ബുള്ളറ്റിനും കൂടാണ്ട് ഓൺലൈൻ ആയിട്ടുള്ളതും നമുക്ക് കുറെ കിട്ടും. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴും പിന്നെ ലേറ്റസ്റ്റ് നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കുറെ എക്സാമിനേഷൻ നടക്കും. അതിലൊക്കെ എന്തുണ്ടാവും, കറണ്ട് അഫയർ ഉണ്ടാവും. അവിടെ നിന്ന് കിട്ടിയ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയർ ആയിട്ട് നമ്മൾ മാറ്റി എഴുതുക. അതുപോലെ ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എക്സ്ട്രാ പഠിക്കാൻ നിന്നാൽ മതി. ഇതൊക്കെ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് നമ്മൾ നോട്ട് ഉണ്ടാക്കുന്നത് തന്നെ ചിലപ്പോൾ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോയും കൂടെ അതിന്റെ കൂടെ ഒട്ടിച്ചിട്ടൊക്കെ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കും. നമുക്ക് ലാസ്റ്റ് പ്രിപ്പറേഷന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മളുടെ എക്സാമിനേഷൻ സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആ ചിത്രമാണ്. അപ്പൊ അതുകൊണ്ട് ചിത്രം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിന് വെട്ടിയെടുത്ത ആ ചിത്രം കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ആ രീതിയിൽ കറണ്ട് അഫയർ പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫയർ ഉറപ്പായിട്ട് റിവിഷൻ കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ മാത്സ് ഒക്കെ നമ്മൾ പഠിച്ച് ലാസ്റ്റ് ഫോമുല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആവും. പക്ഷെ കറണ്ട് അഫയർ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ട് അഫയർ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് ഓരോ മാസത്തെയും നിങ്ങൾ എക്സാമിനേഷൻ വരുന്നതിന് ഒരു വർഷം മുമ്പ് വരെയുള്ള കറണ്ട് അഫയർ നമുക്ക് വേണമല്ലോ. അതിലുള്ള ഓരോ മാസവും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അത് റിവിഷൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രം നമുക്ക് അതൊക്കെ
ഒന്ന് തലയിൽ നമുക്കൊന്ന് ഉറച്ചു നിൽക്കുള്ളൂ കേട്ടോ. നമ്മൾ ഒരു ലോഡ് സാധനങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. പഠിക്കുന്ന സാധനങ്ങൾ വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നന്നായിട്ട് വൃത്തിയായി പഠിക്കൂ, അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ പ്രസന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന റിവിഷനും ഇമ്പോർട്ടൻ്റ് ആണ്, മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഇതൊന്നും ഇല്ലാണ്ടൊന്നും ഇപ്പൊ പോകാൻ പറ്റില്ല. കാരണം കോമ്പറ്റീഷൻ അത്രയും വലുതാണ്. ചെറിയ കുട്ടികൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾ അവർ +2 കഴിയുമ്പോൾ തന്നെ തുടങ്ങുന്നത് PSC കോച്ചിങ് ആണ്. ഇപ്പൊ എല്ലാവർക്കും പഴയ പോലെയൊന്നും അല്ല, എല്ലാവർക്കും അറിയാം PSC എന്ന് പറയുന്നത് എത്രത്തോളം വേണം എന്നുള്ളത്. കൊറോണ എല്ലാവരും പഠിപ്പിച്ച പാടാണ്. നമുക്കൊരു പെർമനന്റ് ജോലി നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഓരോ വർഷം ഇൻക്രിമെന്റ് ഉണ്ടാവുന്ന സാലറി കൂടെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ തോന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും കോമ്പറ്റീഷൻ ആണ്. ചെറിയ പ്രായത്തിലുള്ളവർ മുതൽ ഇപ്പോൾ 40 വയസ്സാക്കിയിട്ടുണ്ട് അല്ലെ. ഏജ് ഇപ്പൊ 40 വയസ്സാണ് ജനറൽ കാറ്റഗറി. കോമ്പറ്റീഷൻ പിന്നെയും കൂടി. ഒറ്റയടിക്ക് 4 വയസ്സാണ് കൂട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? ഏജ് റിലാക്സേഷൻ ഉള്ളവർ ഇപ്പോൾ OBC ആണെന്നുണ്ടെങ്കിൽ 43 വരെ, SC ആണെങ്കിൽ പിന്നെ ഒരു 5 വർഷം കൂടെ കിട്ടും, 45. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനാണ് മുന്നിൽ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഊണും ഉറക്കം ഇല്ലാണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്ത് നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും എക്സാമിനേഷൻ എങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന LDC പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ കുറെ ഡിഗ്രി ഫിലിംസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടോ. നിങ്ങൾക്ക് സപ്പോസ് LD കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി എങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടും. പക്ഷെ ഈ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ആവും, മെയിൻസ് ക്ലിയർ ആവണമെങ്കിൽ അതിന്റെ സിലബസ് പഠിക്കണം, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു സിലബസ് തന്നെയാണ്. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് നിങ്ങളത് നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾക്ക് ഉറങ്ങുന്നതിനിടയിൽ കൂടെ നിങ്ങൾ കറണ്ട് അഫയർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഉത്തരം പറയണം. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് PSC ഒക്കെ ഇനി കിട്ടുള്ളൂ. ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആണ്. ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പൊ അവൈലബിൾ ആണ്, പഴയ പോലെ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. അത് നിങ്ങളുടെ എല്ലാവരും മനസ്സിലുണ്ടാവണം. നമുക്കറിയാം സിലബസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ GK നമ്മൾക്കൊരു 50 മാർക്കും, ബാക്കി പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആൻഡ് റീസണിങ് പറഞ്ഞിട്ട് മാത്സും റീസണിങ്ങും അല്ലെ, മാത്സും റീസണിങ്ങും അങ്ങനെ നമ്മൾക്കൊരു പിന്നെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ബാക്കി ഒരു 50 മാർക്ക് കിട്ടുക. അപ്പൊ GK മാത്രം 50 മാർക്കും ബാക്കിയുള്ളതൊക്കെ കൂടെ ഒരു 50 മാർക്ക്. ഇംഗ്ലീഷ് നമുക്ക് ആകെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 10 മാർക്കാണ്. മലയാളം ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മാർക്ക് കിട്ടും. മാത്സും റീസണിങ്ങും കൂടെ നമ്മൾക്ക് 10 മാർക്കാണ് കിട്ടുക. കറണ്ട് അഫയറിന് 20 മാർക്ക്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. എന്ന് കരുതി നമ്മൾക്ക് ഇപ്പൊ GK 50 മാർക്ക് കിട്ടുമ്പോൾ ഒറ്റയടിക്ക് GK 50 മാർക്ക് എന്നല്ല, അത് പിന്നെയും സബ് ഡിവിഷൻ ഉണ്ട്. ഇപ്പൊ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് 5 മാർക്കാ, ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ 5 മാർക്കാ, അതുപോലെ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ 5 മാർക്കാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും പറഞ്ഞിട്ട് ഒരു 5 മാർക്ക് കിട്ടുന്നുണ്ട്. ബയോളജി നമ്മൾക്ക് ഒരു 6 മാർക്കാണ് വരുന്നത്. അപ്പൊ സയൻസ് ഒക്കെ ഇങ്ങനെ ഒറ്റ സെറ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ സയൻസ് ഇതും ഫിസിക്സിന് നമ്മൾക്കൊരു 3 മാർക്ക് കിട്ടും, കെമിസ്ട്രി നമ്മൾക്കൊരു 3 മാർക്ക് കിട്ടും. അപ്പൊ ഇതൊരു 12 മാർക്കാണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്, നമ്മളുടെ സയൻസിൽ കിട്ടുന്നത്. സയൻസ് സെപ്പറേറ്റ് ടോപ്പിക് അല്ല, അതൊക്കെ GK വരുന്നതാണ്. അതുപോലെ തന്നെ കലാ, കായികം, സാഹിത്യം, സ്പോർട്സ്, അതായത് കൾച്ചർ, കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം, അതൊക്കെ കൂടെ നമുക്കൊരു 5 മാർക്കാണ്. അതിന് കല വേറെ, കായികം വേറെ അല്ലെ, ഇതൊക്കെ നിറയെയുള്ള ടോപ്പിക്കാ. സാഹിത്യം, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ സംസ്കാരം, കൾച്ചർ, ഇത് ഓരോന്നും ഒരുപാട് പഠിക്കാനുള്ളത്. അതെല്ലാം കൂടെ നമുക്കൊരു 5 മാർക്കില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യല്ല. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കായികത്തിന്റെ ഒക്കെ കറണ്ട് അഫയർ ഒക്കെ നന്നായിട്ട് നോക്കിയാൽ മതി. ഓക്കെ. അതുപോലെ കമ്പ്യൂട്ടർ നമുക്ക് കിട്ടുന്നത് എത്ര മാർക്കാണ്, ആകെ നമുക്ക് 3 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ ഒരു സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിന് നമ്മൾക്ക് 5 മാർക്കും. അപ്പൊ ഇതാണ് മൊത്തം നമ്മുടെ GKന്റെ 50 മാർക്ക് എന്ന് പറയുന്നത്. ഇത്രയും സെക്ഷനാണ്. അപ്പൊ ഇതില് നമുക്ക് ബയോളജിക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കമ്പ്യൂട്ടർ ആകെ 3 മാർക്കേ ഉള്ളെങ്കിൽ പോലും ചിലപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ 5 മാർക്കിന്റെ. അതും സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മൊത്തമായിട്ട് കളയാനല്ല പറയുന്നത്. അതിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇത് മെയിൻ ആയിട്ട് കറണ്ട് അഫയറിലാണ് ഈ ഒരു ഭാഗം വരിക. നമുക്കിപ്പോ കായികം, ഇപ്പൊ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഒളിമ്പിക്സിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് ചോദിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ രീതിയിലാണ് അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന GK നമ്മൾക്ക് മാർക്ക് കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ സിലബസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യം, ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിലും ഇപ്പൊ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിലും വർക്കിംഗ് വിമൻ ആണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്ന വേറെ ആരാണെന്നുണ്ടെങ്കിലും, അപ്പൊ നമ്മൾ കോഴ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതിന്റെ സിലബസ് നമ്മൾക്ക് എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് മനസ്സിലാക്കണം. കറണ്ട് അഫയർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പരമാവധി റിവിഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു LDCന്റെ അതിലേക്ക് നിങ്ങൾ അങ്ങോട്ട് കടന്നു. ഓക്കെ, നമ്മൾ മെയിൻ കാര്യം എന്ന് പറയുന്നത് സിലബസിന്റെ റിവിഷൻ തന്നെയാണ്. നമ്മൾ കുറേ ടോപ്പിക് പഠിച്ചു, എന്നിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോയി, എഴുതാൻ പറ്റിയില്ല പറഞ്ഞാൽ അത് വളരെ സങ്കടം തരുന്നൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പഠിക്കുക നന്നായിട്ട്, ഈ പഠിച്ച കാര്യം റിവിഷൻ ചെയ്യുക. ആ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 100 ക്വസ്റ്റ്യൻ പഠിച്ചു, 50 ക്വസ്റ്റ്യൻ പഠിച്ച ഒരാള്, ഈ 100 ക്വസ്റ്റ്യൻ പഠിച്ച ആൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല. 50 ക്വസ്റ്റ്യൻ പഠിച്ചാൽ ആ 50 ക്വസ്റ്റ്യൻ റിവിഷൻ ചെയ്തു, അതിൽ അവർക്ക് ഒരു 3 ക്വസ്റ്റ്യൻ കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ലാഭം? മനസ്സിലാവും. അപ്പൊ ഒരുപാട് കാര്യം പഠിച്ചുകൊണ്ട് കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക, ആ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക, പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇപ്പൊ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയൊന്നും അല്ല, പ്രത്യേകിച്ച് LD ഒരു ബാലികേറ മലയേ അല്ല. ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, ഇതിനിടയിൽ കോച്ചിങ്ങിന് പോയി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ പരീക്ഷയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ മനസ്സിൽ ഈ ഒരു എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം വേണ്ടത്. ആ ചിന്തയ്ക്ക് അനുസരിച്ച് പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ചുറ്റിലും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കണം, കുട്ടീൻ്റെ കാര്യം നോക്കണം. അപ്പോൾ അവർക്ക് ഇതിനിടയിലുള്ള സമയമൊക്കെ വളരെ തുച്ഛമായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥ കൂടി ആകുമ്പോൾ ഉറക്കം തൂങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ വേണമെന്നുള്ള ഒരു വാശിയും പ്രയത്നിക്കാനുള്ള ഒരു കഴിവ് മാത്രം പോരാ, നമുക്ക് പ്രയത്നിക്കാൻ വേണം. എനിക്കത് കയ്യിൽ കിട്ടണം എന്നുള്ളൊരു വാശി, അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രയത്നിക്കാൻ നമ്മൾ സജ്ജരായിരിക്കണം. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അയ്യോ ഇതുണ്ട് അതുണ്ട് എന്നൊന്നും പറഞ്ഞ് നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് ആരും ജോലി കൈക്കൊണ്ട് തരില്ല. നമ്മൾ പ്രയത്നിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിന് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തോന്നും നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും കിട്ടില്ല, കാരണം ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് അയ്യോ ഇത്രയും സിലബസ് ഉണ്ട്, ഇത്രയും വാസ്റ്റ് ആണ്, എനിക്ക് ഇതൊക്കെ പഠിച്ചെത്താൻ പറ്റുമോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ളത് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കണ്ടന്റുകൾ കിട്ടും. എന്നതിന് ശേഷം നമ്മൾ കൂടുതൽ സിലബസിലേക്ക് കടക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കുകളൊക്കെ കണ്ട് പിന്നെ നമ്മളിത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മൾക്ക് എളുപ്പമായിട്ട് തോന്നും. ഞാൻ അതിന്റെ കൂടെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് റാങ്ക് ഫയൽ നോക്കുമ്പോൾ ആ റാങ്ക് ഫയലില് SCERT പാഠഭാഗങ്ങൾ വേണം, NCERT പാഠഭാഗങ്ങൾ വേണം. ഈ SCERT-യില് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലെ സമഗ്ര എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടും. ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂടെ ഇതിന്റെ കൂടെ റാങ്ക് ഫയൽ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴുള്ള റാങ്ക് ഫയലിലൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പക്ഷെ എന്നാലും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. ഇപ്പൊ വെറുതെ എന്തെങ്കിലും കുറെ നമ്മൾ പഠിച്ചു വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. മെയിൻ ആയിട്ട് വേണ്ട കണ്ടന്റുകൾ ഇതൊക്കെയാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ വിത്ത് എക്സ്പ്ലനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിൽ വരും. പിന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാര്യം എളുപ്പമായി. അപ്പൊ അത്രയും ഏരിയ നമ്മൾ കവർ ചെയ്തു. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ നോക്കാൻ പറയണം. ഇതൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സ്ട്രാ വല്ലതും പഠിക്കേണ്ടുള്ളൂ. ആദ്യം നമ്മൾ ഉള്ള കാര്യം വൃത്തിയായി പഠിക്കുക. SCERT NCERT പാഠഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ 5 മുതൽ +2 വരെയൊക്കെയുള്ള പാഠഭാഗങ്ങൾ, പിന്നെ എക്സ്ട്രാ നമുക്ക് പഠിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഡിഗ്രീന്റെ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെയുള്ള എക്കണോമിക്സും പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ നോക്കാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ 5 മുതൽ +2 വരെയുള്ള വൃത്തിയായി പഠിക്കും. അതിന് ശേഷം എക്സ്ട്രാ നോക്കിയാൽ മതി. നമ്മളിത് സെറ്റായി ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ഇതിനുള്ള ഉത്തരം കിട്ടും എന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ബാക്കി എക്സ്ട്രാ നോക്കിയാൽ മതി. അപ്പൊ ഉള്ളത് വൃത്തിയായി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അപ്പുറത്ത് തൊഴിൽ വിധി, ഇപ്പോഴത്തെ തൊഴിൽ വാർത്ത, അപ്പുറത്ത് റാങ്ക് ഫയല്, ഇപ്പുറത്തെ PSC ബുള്ളറ്റിൻ പറഞ്ഞതൊക്കെ കൂടെ പഠിച്ചതൊക്കെ നമ്മുടെ തലയിൽ കയറണ്ടേ. നമ്മൾ പഠിക്കണമെന്ന് ചിലപ്പോൾ ബുക്കിന് മുന്നിൽ ഇരുന്ന് ഇങ്ങനെ ഉരുവിടുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മുടെ തലയിൽ കയറണം എന്നുണ്ടെങ്കിൽ കുറച്ച് മൈൻഡിന് റിലാക്സേഷനും ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്യാപ്പ് വിടുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണിനൊക്കെ ഒന്ന് റിലാക്സേഷൻ കൊടുക്കുക, ഇടയ്ക്കൊന്ന് നടക്കുക പഠിക്കുന്നതിനിടയിൽ. അപ്പൊ അതൊക്കെ നമ്മളുടെ ഹെൽത്തും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും പരീക്ഷ നിങ്ങൾക്ക് എഴുതിയത് കൊണ്ട് ചിലപ്പോൾ ഈ ഒരു LD കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ എഴുതിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഞാൻ പഠിച്ചില്ല എന്ന് നിങ്ങൾ എഴുതാതിരിക്കുക.
എഴുതാതിരിക്കരുത്, ജസ്റ്റ് ഒന്ന് എഴുതുക. മാക്സിമം കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കോളും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലി ഉറപ്പായും കിട്ടും എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് എക്സാമിനേഷൻ എഴുതാം കേട്ടോ. എത്രത്തോളം PSC എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ PSC എക്സാമിനേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് വേറെ തലത്തിലായിരിക്കും. പക്ഷേ നമുക്ക് കോൺഫിഡൻസ് കിട്ടിയാൽ മാത്രം പോരാ, ഉപയോഗിക്കണം, നല്ല രീതിയിൽ പഠിക്കണം, എങ്കിൽ കിട്ടുമെന്നുള്ള വാശിയിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. നന്നായി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ എല്ലാവരും ഉദ്യോഗസ്ഥരാവട്ടെ. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നു. പക്ഷെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതിന്ന് നിർത്തി പോകരുത്. അയ്യോ ഇത്രയൊക്കെ എന്നെ കൊണ്ട് എഴുതി, ഞാനിപ്പോൾ എക്സാമിനേഷൻ എഴുതിത്തവണ എനിക്ക് കിട്ടിയില്ല, ഞാൻ നിർത്തി പോകണമെന്നൊന്നും ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മുന്നിലേക്ക് വരാൻ പറ്റില്ല. എല്ലാവരും അവസാനം എത്തിപ്പെടുന്നത് കേരള PSC അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗവൺമെന്റ് എക്സാമിനേഷനിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് വിട്ടുപോകരുത്. തുടങ്ങി കഴിഞ്ഞാൽ ഒരു 1-2 വർഷത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നിങ്ങൾ കൊടുക്കുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ജോലി നിങ്ങളുടെ കയ്യിൽ കിട്ടും. അഡ്വൈസ് ലെറ്ററും അപ്പോയിന്റ്മെന്റ് ലെറ്ററും കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്യുന്നവരെ നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ജോലി നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. അത് നിങ്ങളുടെ കഴിവ് പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുക. കിട്ടുന്നത് 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റ് 2 മിനിറ്റ്, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.